അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ ഉരുട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് മുന്തിരിയോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഗ്രാൻഡ് ആക്കായിരുന്നു. അപ്പൊ നമ്മുടെ സൂപ്പർ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോളപ്പൊടി കൊണ്ടുള്ള ഉണ്ടാന്നോ അല്ലെങ്കിൽ ചോളത്തിന്റെ ലഡുവെന്നോ എന്താണെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു കടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾ ചോളത്തിന്റെ പൊടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ? അപ്പൊ ആ പൊടി കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ പാത്രം ചൂടായിട്ടുണ്ട് കേട്ടാ. നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കേ. അന്ന് വറുത്ത് വെച്ചതാ, പക്ഷെ അത് ഒന്നും കൂടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടാ. അപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് നമ്മുടെ ചോളത്തിന്റെ പൊട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടാ. അപ്പൊ ഇത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടാ. അപ്പൊ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ചൂടാക്കേണ്ട ആവശ്യമില്ല, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുക്കാന്ന് ഓർത്തിട്ട് നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. അപ്പൊ ഇത്രയും ചൂടായാൽ മതി കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങയും പിന്നെ വെല്ലവും വേണം. അപ്പൊ നമുക്കൊന്ന് ചെരുവെടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് തണുക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മള് തേങ്ങയും വെല്ലവും എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ തേങ്ങ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. വെല്ലം 1.5 ആണി എടുത്തിട്ടുള്ളൂ കേട്ടാ. മധുരം അത്യാവശ്യം നല്ലോണം വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. ഞാനിപ്പോ ഇത്രയും എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ അതുപോലെ തന്നെ നല്ലപോലെ തേങ്ങ എടുത്ത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ സ്നാക്ക് കിട്ടും കേട്ടാ. അതുപോലെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ അത് തൊലി കളഞ്ഞിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ തേങ്ങയും ഈ ഏലക്കയും പിന്നെ വെല്ലവും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടാ. അങ്ങനെ തേങ്ങയും വെല്ലവും നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈ ഒതുക്കി വെച്ച തേങ്ങയും വെല്ലത്തിനകത്ത് നമുക്ക് നമ്മളെ വറുത്ത് വെച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ. അപ്പൊ അങ്ങനെ വറുത്ത ചോളത്തിന്റെ പുട്ടുപൊടി തേച്ചും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നന്നായിട്ട് മിക്സ് ആയി വരുന്നവരെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ചെറിയ ഉരുളിയാക്കി എടുക്കാം കേട്ടാ. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ ഉരുട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് മുന്തിരിയോ അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഗ്രാൻഡ് ആക്കായിരുന്നു. അപ്പൊ നമ്മളെ സൂപ്പർ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോളപ്പൊടി കൊണ്ടുള്ള ഉണ്ടാന്നോ അല്ലെങ്കിൽ ചോളത്തിന്റെ ലഡുവെന്നോ എന്ത് വേണമെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി വെക്കേഷനൊക്കെയാണ് വരുന്നത്. അപ്പൊ കുട്ടികൾ ഓരോ ദിവസവും ഓരോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.